റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശംഖുലി. ബീറ്റ് ഡയബറ്റീസ്. USVയുടെ CSR സംരംഭവുമായി സഹകരിച്ച് റേഡിയോ മാറ്റുലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രമേഹ ബോധവൽക്കരണ പരിപാടി ബീറ്റ് ഡയബറ്റീസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പ്രമേഹത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി USVയുടെ CSR സംരംഭമായ ബീറ്റ് ഡയബറ്റീസ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ ശ്രീനിവാസനുണ്ട്. റിസർച്ച് സൊസൈറ്റി ഫോർ സ്റ്റഡി ഓഫ് ഡയബറ്റീസ് ഇൻ ഇന്ത്യ മെമ്പറും സുൽത്താൻ ബത്തേരിയിൽ പ്രവർത്തിക്കുന്ന വിസ്മയ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ് അദ്ദേഹം. പ്രമേഹ പരിചരണം ലളിതമാക്കുന്നതിൽ നൂതന ചികിത്സകളുടെയും സാങ്കേതിക വിദ്യകളുടെയും പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കും. റേഡിയോ മാറ്റുലിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ശ്രീനിവാസൻ ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡോക്ടർ. പ്രമേഹമുള്ളവരെ ടെലിഹെൽത്ത് എങ്ങനെ സഹായിക്കുന്നു എന്ന് പറയാമോ? ടെലിഹെൽത്ത് അല്ലെങ്കിൽ ടെലിമെഡിസിൻ എന്ന് പറയുന്നത് രോഗി ഡോക്ടറെ അടുത്ത് നേരിട്ട് ചെല്ലാതെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഫോൺ കോൾ, വാട്സപ്പ്, അതുപോലെ വീഡിയോ കോൾ മുഖേന കൺസൾട്ട് ചെയ്യാനുള്ള സൗകര്യമാണ്. ഡോക്ടർ ദൂരെ അവരുടെ കൺസൾട്ടിംഗ് മുറിയിൽ ഇരുന്നു കൊണ്ട് രോഗിയുടെ ഷുഗറിന്റെ അളവ് അറിയുകയും അതനുസരിച്ച് ട്രീറ്റ്മെന്റിൽ മാറ്റം വരുത്തുകയും ചെയ്യാവുന്നതാണ്. ഇത് രോഗിയുടെ സമയവും സാമ്പത്തികവും ലാഭിക്കുന്നതിനോടൊപ്പം ആയാസമായ യാത്രകൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. പ്രമേഹ ആപ്പുകൾ എന്തൊക്കെയാണ്, അവ എങ്ങനെ സഹായിക്കുന്നു എന്നുകൂടി പറയണം. പ്രമേഹ രോഗികൾ ഉപയോഗിക്കാവുന്ന കുറെ ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. മൈ ഷുഗർ, ഗ്ലൂക്കോസ് ബഡ്ഡി, ബെസ്സി T2D, ഫുഡു കാറ്റ്, ബീറ്റ് ഡയബറ്റീസ്, ഗ്ലൂറു എന്നിവ അതിൽ ചിലത് മാത്രം. ഈ ആപ്പുകൾ രോഗിയുടെ ഷുഗർ ലെവൽ അവരുടെ ഫോണിൽ കൂടി അറിയുവാൻ സഹായിക്കുന്നു. രോഗിയുടെ മരുന്നുകൾ, അതുപോലെ തന്നെ ഭക്ഷണം എന്നിവ കഴിക്കേണ്ട സമയവും ഓർമ്മപ്പെടുത്തുന്നു. വ്യായാമം, ഭക്ഷണം എന്നിവയെ നിരീക്ഷിക്കുവാനും മറ്റും ഷുഗറിന്റെ അളവും ഒരിടത്ത് വെച്ച് തന്നെ അറിയുവാനും സഹായിക്കുന്നു. ആപ്പുകൾ എന്തൊക്കെയാണെന്ന് സാർ ഇപ്പോൾ പറഞ്ഞു. വിരലിൽ കുത്തിയിട്ടാണല്ലോ സാധാരണ നമ്മൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്നത്. വിരലിൽ കുത്താതെ തന്നെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള പുതിയ വഴികൾ എന്തൊക്കെയാണ്? കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റേഴ്സ് അഥവാ CGMs, അതുപോലെ തന്നെ ഫ്ലാഷ് ഗ്ലൂക്കോസ് മോണിറ്റേഴ്സ് എന്നിവ വിരലിൽ കുത്താതെ തന്നെ ഷുഗറിൻ്റെ അളവ് അറിയാൻ സഹായിക്കുന്നു. ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം ഷുഗർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളവർക്കും ഷുഗറിൻ്റെ ഏറ്റക്കുറച്ചിൽ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കേണ്ടവർക്കും ഈ ഉപകരണങ്ങൾ പ്രയോജനകരമാണ്. CGMൽ സെൻസർ, ട്രാൻസ്മിറ്റർ, മോണിറ്റർ എന്നീ 3 ഘടകങ്ങളാണുള്ളത്. സെൻസർ കൈയുടെ മുകൾ ഭാഗത്തോ വയറിൻ്റെ സൈഡിലോ ഘടിപ്പിക്കാം. സെൻസറിൽ ട്രാൻസ്മിറ്റർ ഘടിപ്പിക്കുന്നു. ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺസ് വഴി ഷുഗറിൻ്റെ അളവ് അറിയാൻ സാധിക്കും. ഇൻസുലിൻ പമ്പ് എന്താണ്, അത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറയാമോ? വളരെ നൂതനമായ ഇൻസുലിൻ ഡെലിവറി സിസ്റ്റമാണ് ഇൻസുലിൻ പമ്പുകൾ. ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം ഇൻസുലിൻ കുത്തിവെക്കേണ്ട ആവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ നല്ല സ്ട്രിക്റ്റ് കൺട്രോൾ വേണ്ട സമയത്തും ഇൻസുലിൻ പമ്പുകൾ പ്രയോജനപ്പെടുന്നു. ഒരു ഇൻസുലിൻ പമ്പിൽ ഇൻഫ്യൂഷൻ സെറ്റ്, കാനുല, റിസർവായർ എന്നീ 3 ഘടനകൾ ഉണ്ട്. ഇൻഫ്യൂഷൻ സെറ്റ് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കുന്നു. ഇത് 3 ദിവസത്തിൽ ഒരിക്കൽ മാറ്റേണ്ടതുണ്ട്. കാനുല റിസർവായർ എന്ന ഇൻസുലിൻ നിറച്ച ട്യൂബിനെയും ഇൻഫ്യൂഷൻ സെറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെ പമ്പ് മുഖേന 24 മണിക്കൂറും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു.
പുതിയ തരം പമ്പുകൾ CGM ഉള്ള പമ്പുകൾ ആയതുകൊണ്ട് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അറിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസുലിൻ പമ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഷുഗർ താണു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ, അതുപോലെ തന്നെ ഷുഗർ ഒരുപാട് കൂടി നിൽക്കുന്ന ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥകൾ ഒഴിവാകും. ഒരു ദിവസം പല കുത്തുകൾ എന്ന പ്രയാസവും നമുക്ക് ഒഴിവായി കിട്ടുന്നു. ഇന്നത്തെ സമൂഹത്തില് പ്രമേഹമുള്ള കുട്ടികളും ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ടല്ലോ. ഈ പ്രമേഹമുള്ള കുട്ടികൾക്ക് പുതിയ സാങ്കേതിക വിദ്യയൊക്കെ എങ്ങനെയാണ് സഹായകമാകുന്നത്? കുട്ടികൾക്കുള്ള പ്രത്യേക ഉപകരണങ്ങൾ വളരെ ചെറുതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമാണ്. CGM അഥവാ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്, അതുപോലെ തന്നെ CGM ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇൻസുലിൻ പമ്പുകൾ എന്നിവ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അവരുടെ ഫോണിൽ കൂടി കുട്ടികളുടെ ഷുഗറിൻ്റെ അളവുകൾ അറിയാൻ സാധിക്കും. അതുപോലെ കൗതുകത്തോടു കൂടി പ്രമേഹത്തെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ആപ്പുകളും ലഭ്യമാണ്. എല്ലാ മേഖലകളും വികസിക്കുന്നത് പോലെ തന്നെ പ്രമേഹത്തിനുള്ള പുതിയ മരുന്നുകളും ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. പുതിയ മരുന്നുകളൊക്കെ എന്തുകൊണ്ട് മികച്ചു നിൽക്കുന്നു? പഴയ മരുന്നുകളെക്കാളും അവയ്ക്കുള്ള മെച്ചം എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ? പ്രമേഹത്തിന് വേണ്ട 2-3 മരുന്നുകൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ പിൽസ് ഗുളികകളുടെ എണ്ണം കുറയ്ക്കുന്നതുകൊണ്ട് മരുന്നുകൾ കഴിക്കാനുള്ള മടി കുറയുന്നു. ഇൻസുലിന്റെ കാര്യത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാവുന്ന ഇൻസുലിൻ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. ഇത് രോഗികൾ എടുക്കേണ്ട ഇഞ്ചക്ഷൻസിന്റെ എണ്ണം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഷുഗർ കുറയ്ക്കുന്നതോടുകൂടി കിഡ്നി, ഹാർട്ട് എന്നിവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും പുതിയ തരം മരുന്നുകളായ SGLT2 ഇൻഹിബിറ്റേഴ്സ്, GLP-1RA, ഡ്യൂയൽ GLP-1RA പ്ലസ് GIP-RA എന്നിവയ്ക്ക് കഴിയുന്നുണ്ട്. ഒരാളുടെ രക്തത്തിൽ ഷുഗറിന്റെ അളവ് കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് അവരെ സഹായിക്കുക? ഷുഗർ കൂടിയിരിക്കുന്ന അവസ്ഥ, അതായത് ഹൈപ്പർ ഗ്ലൈസീമിയ, ദൂഷ്യകരമാണ്. എന്നാൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ, അതായത് ഹൈപ്പോഗ്ലൈസീമിയ, വളരെ ഡേഞ്ചറസ് ആണ്. ഒരാൾക്ക് ഷുഗർ കുറയുമ്പോൾ ശരീരം മുന്നറിയിപ്പുകൾ നൽകുന്നു. വിറയൽ, വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടൽ, തളർച്ച, തലകറക്കം മുതലായ അസ്വസ്ഥതകളും ചിലപ്പോൾ അബോധാവസ്ഥ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ഉപകരണങ്ങൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന ഷുഗർ വളരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയെ മുൻകൂട്ടി അറിയിക്കുകയും രോഗിക്ക് അപായ സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. രോഗി ഉറങ്ങുമ്പോൾ പോലും ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് പല അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രമേഹമുള്ളവർക്ക് ധരിക്കാവുന്ന ചില ഉപകരണങ്ങളുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? രോഗിക്ക് ധരിക്കാവുന്ന സ്മാർട്ട് വാച്ചുകൾ അവരുടെ ഷുഗറിനെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുകയും ഷുഗർ കുറഞ്ഞാലോ വളരെ കൂടിയാലോ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ പ്രമേഹ നിയന്ത്രണത്തിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നു. പ്രമേഹത്തിന് വേണ്ടിയുള്ള നൂതന ചികിത്സകളെപ്പറ്റിയും നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ഒക്കെയാണ് ശ്രീനിവാസൻ ഡോക്ടർ ഇത്രയും നേരം സംസാരിച്ചത്. അത് നമ്മളുടെ ജീവിതത്തെ എങ്ങനെയാണ് ഈ ഒരു സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുക എന്നുകൂടി പറയാമോ? പാച്ചസ്, അതുപോലെ തന്നെ ആപ്സ് മുതലായ ഉപകരണങ്ങൾ പ്രമേഹ പരിചരണം വളരെ എളുപ്പവും വേദനരഹിതവുമാക്കുന്നു. ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങൾ തെറ്റുകൾ കുറയുവാനും സമയം ലാഭിക്കുവാനും സഹായിക്കുന്നു. പ്രമേഹ ചികിത്സയെ ആയാസരഹിതവും എല്ലാവർക്കും സൗകര്യപ്രദവുമാക്കി തീർക്കുന്നു. നന്ദി ഡോക്ടർ ശ്രീനിവാസൻ. തിരക്കാണെന്നറിയാം. സാറിന്റെ വിലപ്പെട്ട സമയം റേഡിയോ മാറ്റിലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രമേഹത്തിൽ നൂതന ചികിത്സാ രീതികളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് വിശദമായി തന്നെ സാറ് സംസാരിച്ചു. റേഡിയോ മാറ്റിലിയുടെ നന്ദി അറിയിക്കുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് പ്രമേഹത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി USVയുടെ CSR സംരംഭമായ ബീറ്റ് ഡയബറ്റീസ് എന്ന പരിപാടിയാണ്. ബീറ്റ് ഡയബറ്റീസ് എന്ന പരിപാടിയിൽ പ്രമേഹ പരിചരണം ലളിതമാക്കുന്നതിൽ നൂതന ചികിത്സകളുടെയും സാങ്കേതിക വിദ്യകളുടെയും പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് റിസർച്ച് സൊസൈറ്റി ഫോർ സ്റ്റഡി ഓഫ് ഡയബറ്റീസ് ഇൻ ഇന്ത്യ അംഗവും സുൽത്താൻ ബത്തേരി വിസ്മയ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ശ്രീനിവാസനായിരുന്നു. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ബീറ്റ് ഡയബറ്റീസ് USVയുടെ CSR സംരംഭവുമായി സഹകരിച്ച് റേഡിയോ മാറ്റിലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രമേഹ ബോധവൽക്കരണ പരിപാടി ബീറ്റ് ഡയബറ്റീസ്.
റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശംഖുലി.